നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും ചെറുതോണി മുതൽ ആലുവ വരെയുള്ള പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവരുടെ ചങ്കിടിപ്പും ഒരുപോലെ വർദ്ധിക്കുകയാണ്. ജലനിരപ്പ് ഓരോ സെന്റിമീറ്റർ ഉയരുമ്പോഴും ആയിരക്കണക്കിന് ആളുകളിലാണ് ആശങ്കയുടെ നിഴൽ വീഴുന്നത്. അണക്കെട്ട് തുറക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇടുക്കിയിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. മഴയും മലവെള്ളവും ഡാം തുറക്കുന്നത് കാണാനുമെല്ലാമാണ് സഞ്ചാരികളുടെ ഈ ഒഴുക്ക്. വെള്ളം ഒഴുകിയെത്തുന്ന ഭൂതത്താൻകെട്ട് പോലുള്ള ഡാമുകളിലേക്കും പെരിയാർ തീരത്തേക്കും കാഴ്ചകൾ കാണാനും ആളുകൾ എത്തുന്നുണ്ട്. വിനോദത്തിനും സെൽഫി എടുക്കാനുമുള്ള ഇത്തരം യാത്രകൾ മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാകും. ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയാൽ മാത്രം കാര്യമാകില്ല. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഡാം തുറക്കുന്നു, ജനങ്ങൾക്കും വേണ്ടേ ജാഗ്രത. പ്രേക്ഷകർക്കും വിളിക്കാം. പ്രതികരിക്കേണ്ട നമ്പർ 0471 6615 വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടായിരത്തി 348 അടി ഉയരത്തിൽ വെള്ളമുള്ള ഡാമാണ് ഇടുക്കി ഡാം. ഈ ഇടുക്കി ഡാം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളായി നമ്മളൊക്കെ സഞ്ചരിക്കാനുള്ള കാരണം. അതിനൊരു ദൃശ്യം നമുക്ക് വ്യക്തമാണ്. പീച്ചി ഡാം മുൻപ് തുറന്നപ്പോൾ എത്രത്തോളം ഭീകരമായിരുന്നു ആ ദൃശ്യം. പീച്ചി ഡാം അന്ന് തുറന്നതിൻ്റെ ദൃശ്യം കണ്ടതിന് ശേഷം നമുക്ക് അതിഥികളിലേക്കും പ്രേക്ഷകരിലേക്കും വരാം. ഈ ദൃശ്യം നമ്മൾ കണ്ടത് ഡാം തുറക്കുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതായിരിക്കും സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഈ നിമിഷവും ഇടുക്കിയിലേക്ക് ഒട്ടേറെ സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാം തുറക്കുന്ന ദൃശ്യങ്ങൾ കാണാനും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആസ്വദിക്കാനുമാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമാണ് ഈ യാത്ര. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വെള്ളത്തിനടുത്തേക്ക് പോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തലാകും. ഇടുക്കിയിൽ നിന്നും ഡാമിൽ നിന്നും MS അനീഷ് കുമാർ ആദ്യം ചേരുകയാണ്. അതിനുശേഷം മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം. അനീഷ്, ഓരോ നിമിഷവും വെള്ളം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് സാഹചര്യം. എന്താണ് ഇപ്പോൾ ഇടുക്കി ഡാമിൽ നിന്നും പങ്കുവെക്കാൻ കഴിയാവുന്നത്? സുരേഷ്, അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ 2394.8 അടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. 0.2 അടി വെള്ളം കൂടി അണക്കെട്ടിലേക്ക് എത്തിയാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കും. ഓറഞ്ച് അലർട്ട് എന്ന് വെച്ചാൽ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകുമ്പോൾ ഈ നമുക്ക് മുന്നിൽ കാണുന്ന ഈ തോട്ടിലൂടെയാവും വെള്ളം പുറത്തേക്ക് ഒഴുകുക. ഇത് വെള്ളക്കയം ഭാഗത്ത് വെച്ച് പെരിയാറുമായി ചേർന്ന് പിന്നീട് ആലുവ വരെയുള്ള ഒരു പ്രയാണ വീതിയാണ് ഈ ജലപ്രവാഹത്തിന് ഉള്ളത്. ഇതിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇത് സംബന്ധിച്ച നോട്ടീസുകൾ ഇന്നലെ മുതൽ അധികൃതർ പൊതുജനങ്ങൾക്ക് കൈമാറിയിരുന്നു. പല വീടുകളും ഇതിനകം തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ചാലിലെ മണ്ണുകൾ നീക്കം ചെയ്യുന്നതും മറ്റ് പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുമുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ആകാംക്ഷയും ആശങ്കയും ഒക്കെയാണ് ഈ അണക്കെട്ട് തുറക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. 26 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് അണക്കെട്ട് തുറന്നിരുന്നത്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താണ് ഈ അണക്കെട്ട് തുറക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു വികാരം? അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ചെറിയ അളവിലാണെങ്കിലും ഡാമിന്റെ റിഹേഴ്സൽ ഒന്ന് നടത്തി, ട്രയൽ റൺ നടത്തി എന്താണ് ഇപ്പോൾ ഈ ഭാഗത്ത് സംഭവിക്കാനുള്ളതെന്നൊന്ന് പഠിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
ഇപ്പം 2395 അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജലനിരപ്പ്. ഈ അവസ്ഥയിൽ ചെറിയ തോതിലെങ്കിലും ഡാം തുറന്നുവിട്ട് അടിയന്തരമായി തുറന്നുവിട്ട് എന്താണ് നമുക്ക് ഈ ഏരിയയ്ക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് ആലോചിതമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് ഡാമിൻ്റെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അന്ന് 92 തുറന്നപ്പോൾ ഇവിടെ 6 ഈ പാലത്തിന് 6 പാസേജിൽ കൂടെ വെള്ളം പോകാൻ സാധിക്കും. ഇപ്പം വെറും 4 പാസേജിൽ കൂടെ മാത്രമേ വെള്ളം പോകാൻ സാധിക്കുകയുള്ളൂ. എന്താ സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയാം. അതിന് ചെറിയ തോതിലുള്ള അളവിൽ വെള്ളം തുറന്നുവിട്ട് ആശങ്കകൾ, ഈ സമീപവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാണ്. എന്താണ് തോന്നുന്നത് ചേട്ടാ, അണക്കെട്ട് തുറക്കാം എന്ന സാധ്യതകളാണ് ഓരോ നിമിഷവും മുന്നിലേക്ക് വരുന്നത്? ഉണ്ട്. പക്ഷേ ഈ പാടത്തിന്റെ അടിയെന്ന് പറഞ്ഞാൽ 2 ആൾ ഇനിയും കൂടെ അത് മാറ്റിക്കഴിഞ്ഞാലേ വെള്ളം ശരിക്കും പോകത്തുള്ളൂ. പക്ഷെ വേറൊരു പാവങ്ങൾ കുറേ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സുരക്ഷിത, എന്തെങ്കിലും പാവങ്ങൾ മാത്രം കുറേ പേരുണ്ട് ഇതിൽ താമസിക്കുന്നത്, അവർക്ക് വേണ്ടി നമ്മൾ നോക്കണം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സെൽഫി എടുക്കാനും കാഴ്ചകൾ കാണാനുമായി മാത്രം ആളുകൾ ഇടുക്കിയിലേക്ക് വരേണ്ടതില്ലെന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥികളടക്കമുള്ള യുവജനങ്ങളാണ് ഒരുപക്ഷെ ഇത്തരം കാഴ്ചകൾ കാണാൻ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചേട്ടാ, ഞങ്ങൾ ഒരേ സമയത്ത് ആശങ്കയോടെയും അതേപോലെ മറുഭാഗത്ത് ഞങ്ങൾ ഒരു ആവേശത്തോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. കാരണം ഇതിനു മുമ്പ് ഈ ഡാം തുറന്നപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് കാഴ്ചയിൽ നല്ല രീതിയിൽ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരേ സമയം ഇതിനോട് ഈ തുറന്നിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിലൊരു ആശങ്കയുണ്ട്. ആശങ്കയും ആവേശവും എല്ലാം കൂടി കിടന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അപ്പോൾ ഇത് കാണണമെന്ന് തന്നെയാണ് ഒരു തീരുമാനം. കാണണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആശങ്ക ഉണ്ടല്ലോ. നമ്മളിത് തുറന്നു പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഒരു ട്രയലൊക്കെ കണ്ട് നമുക്ക് അതിനെപ്പറ്റി ഇവർ ട്രയൽ കാണാനായിരിക്കും. നിങ്ങളൊക്കെ പക്ഷേ ശരിക്കുള്ള ഡാം തുറക്കുന്നത് കണ്ടിട്ടുള്ള ആളുകളാണ്. 2.5 പതിറ്റാണ്ട് മുമ്പ് ഡാം തുറന്നപ്പോൾ എങ്ങനെയായിരുന്നു? വലിയ സഞ്ചാരികളുടെ വലിയ തിരക്കും? ഇല്ല, അത് പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ, കണ്ടിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ ജനം ഈ കാലാവസ്ഥയിൽ ഇതാകുമ്പോൾ ജനം ഒരു സജപ്രതിയിലാണ് എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. ആളുകൾ ഇങ്ങനെ ഒഴുകുമെന്നുള്ളൊരു കണക്കൂട്ടിലാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത്? അങ്ങനെയുള്ള കണക്കൂട്ടിലാണ് നമുക്കൊക്കെ. ആൾക്കാരിങ്ങനെ ഒഴുകുമെന്നുള്ള കണക്കൂട്ടിലാണുള്ളത്. എല്ലാവരും ഡാം ഒഴിച്ചു വരുമ്പോൾ അപകടമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാവരും വളരെ ജാഗ്രതയായിട്ട് കാത്തിരിക്കുകയാണ്. കണ്ടിട്ടുണ്ടോ? ഡാം തുറന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാവും ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് ഒഴുകിയെത്തുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റുമോ, അതോ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും? വലിയ ബുദ്ധിമുട്ട് വരികയില്ലായിരിക്കും. ആദ്യത്തെ എൻ്റെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ ഒരു ചെറിയ തോതിലൊന്ന് അടിച്ചുവിട്ട് അതിൻ്റെ ട്രയലൊക്കെ നോക്കുന്ന മതിയായിരിക്കും. 1981 ഞാനന്ന് ട്രെയിനായിരുന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഇടുക്കി ഇവിടെ 51 വർഷമായി ഇവിടെ വരാൻ. വാഴത്തോപ്പിൽ അന്ന് ഉടുമ്പന്നൂർ പഞ്ചായത്താണ്, ഇത് വാഴത്തോപ്പ് പഞ്ചായത്ത്. ഈ പ്രോജക്റ്റ് ഉണ്ടായ കാലം മുതൽ ഇവിടെ അവസ്ഥ എങ്ങനെയുണ്ടാണ് തുറന്നപ്പോൾ? അന്ന് തുറന്നപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം പോയിരുന്നുള്ളൂ. രണ്ടാമത് 92 തുറന്നു. 92 തുറന്നപ്പോൾ ഈ കാണുന്ന പാലത്തിന്റെ താഴെ കൂടെ വെള്ളം പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അതേ ഭാഗത്തൊരു കെട്ടിടം. കാഴ്ചക്കാർ ഒരുപാടുണ്ടായിരുന്നു, അതാണ് നമ്മുടെ വിഷയം. കാഴ്ചക്കാർ കുറവായിരുന്നു. അപ്പൊ മുകളിലൊക്കെ കയറിയുന്ന കാണുന്നത് മുകളിൽ നിന്ന് ഒരു 5 മിനിറ്റ് സമയം വേണം ഇവിടെ വെള്ളം വരുമ്പോൾ കുറേശ്ശെ വിടുന്നത്. അപ്പോൾ ആ ഷട്ടർ തുറന്ന കാലത്ത് ഇപ്പോൾ ഒരു 24 വർഷങ്ങളെ കാണുന്നു. അന്ന് ഞാനും പയ്യനാണ്ട് എനിക്കുള്ള സമയത്ത് ഞാനും വന്ന് കാണുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മീൻ പോലും വളരെയേറെ വിലപ്പെട്ട ഒരു മീൻ, കട്ട്ലായി എന്ന് പറഞ്ഞൊരു മീൻ എനിക്ക് കിട്ടുക 22 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളംകാർ ആ മീൻ കൊണ്ടുപോകുകയും ചെയ്തത്. അന്ന് പി കെ കൃഷ്ണൻ നായരുടെ പമ്പുണ്ട്, പ്രകാശ് പമ്പിനാണ് തൊട്ടടുത്തുള്ള പമ്പ്. പി കെ കൃഷ്ണൻ നായർ അദ്ദേഹം മരിച്ചുപോയി. ഈ പെട്രോൾ പമ്പ് അദ്ദേഹത്തിന് മുകളിലാണ്. അതിന് തൊട്ട് താഴെയാണ് വാട്ടർ ലെവൽ. 5 ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ CPIM പാർട്ടിയുടെ ഓഫീസിന്റെ അവിടെ കൊണ്ട് വാട്ടർ ലെവൽ എടുക്കുന്നു. ഒരു വാട്ടർ ലെവൽ പാപ്പൻസ് ഹോട്ടലിന്റെ ഫ്രണ്ടില് ഫെഡറൽ ബാങ്കിനോട് സമീപം. അനീഷ്, ഇതാണ് ആളുകളുടെ ആശങ്കയും ആവേശവും. MS അനീഷ് കുമാറാണ് ഇടുക്കി ഡാമിൽ നിന്നും ആളുകളുടെ ആശങ്കയും ആവേശവും പങ്കുവെച്ചുകൊണ്ട് ചേർന്നത്. ജോൺ മാത്യു ഹരിപ്പാട് നിന്നും ചേരുന്നു. ശ്രീ ജോൺ, ഹരിപ്പാട്, കുട്ടനാട്, ആലപ്പുഴ പൂർണ്ണമായും ഒരു ജലദുരിതം അതിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കുമാണ് നമ്മൾ ഇടുക്കിയിൽ നിന്നും വലിയ ആശങ്കയുടെ മറ്റൊരു വാർത്ത വരുന്നത്. ഈ വെള്ളം കാണാനും വെള്ളപ്പൊക്കം കാണാനും ഒക്കെ പോകുന്നവർ കുറെ ജാഗ്രത പാലിക്കേണ്ടേ? കാരണം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ലേ? പരിധിയുണ്ട്. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ജനങ്ങളും ജാഗ്രത പാലിക്കേണ്ട. ഈ ഡാം തുറന്നു വിട്ടാൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് ജനപ്രതിനിധികളും പറയുന്നത് അവർ ചെയ്തേക്കാമെന്നാണ്. ഒന്നും ചെയ്യത്തില്ല. അതാണ് അതിന്റെ കാരണം. അവർ വന്ന് അത് കണ്ട്
അവരത് വന്ന് കണ്ടത് നോക്കി കണ്ടു പോകത്തേ ഉള്ളു. ജനങ്ങൾ തീർച്ചയായും അത് റൈറ്റ്. വളരെയധികം നന്ദി. ജോൺ മാത്യു ആണ്. ഷൈജു ചേരുന്നു, മറ്റൊരു പ്രേക്ഷകൻ. ശ്രീ ഷൈജു, ഇതാണ് കാരണം. നേതാക്കൾ വരും, അവർ കണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം നടത്തിത്തരാമെന്ന് പറയും, അവർ പോകും. ഉദ്യോഗസ്ഥർ കുറച്ചു പേരുണ്ടാകും. അതിനും അപ്പുറത്തേക്ക് അവിടെയുള്ള നാട്ടുകാർ, നമുക്കറിയാം 34 കിലോമീറ്ററാണ് ഈ വെള്ളം ഒഴുകി വരാൻ പോകുന്നത് ഡാം തുറക്കുകയാണെങ്കിൽ. 34 കിലോമീറ്ററിന് ഇടയിൽ 4500ഓളം കെട്ടിടങ്ങളിലെങ്കിലും വെള്ളം ബാധിക്കാമെന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായും വലിയൊരു ആശങ്ക തോന്നുന്നുണ്ടോ ഷൈജു? സാറേ, ഞങ്ങളിവിടെ കഴിഞ്ഞ ഭൂത്താങ്കട്ടിന് താഴെ താമസിക്കുന്ന ഒരു പ്രദേശവാസിയാണ് ഞാൻ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ഭൂത്താങ്കട്ട് ഡാം തുറന്നപ്പോൾ പോലും ഇവിടെ പുഴയുടെ ധാരാളം വെള്ളം കയറി വരികയും അനേകം ജനങ്ങള് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ആശങ്കയിലാണ്. ഇപ്പൊ ഇടമലയാറ്, ഭൂത്താങ്കട്ട്, ചെക്ക് ഡാമുകളൊക്കെ തടഞ്ഞു നിൽക്കുന്നവർ പറയുന്നു. എത്രത്തോളമാണിത് സാധ്യമാകുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലെ 20 വർഷത്തിന് മുമ്പ് തുറന്ന ഒരു ഡാം, ഇടുക്കി ഡാം, അതിലെ ജലസംഭരണ ശേഷി ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഭയമാണ്. ഈ കൊച്ചിയിലും ആലുവയിലൊക്കെ പെടുന്ന അനേകം ആളുകൾ, ഞങ്ങളൊക്കെ പ്രദേശവാസികൾ, അതായത് പുഴത്തീരത്ത് താമസിക്കുന്നവരാണ്. ഈ കുടുംബങ്ങളൊക്കെ എങ്ങനെ മാറ്റിപ്പാർപ്പിക്കും? ഇവരുടെയൊക്കെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സാറേ, എത്രയും പെട്ടെന്ന് ഇതിന്റെ ട്രയൽ റൺ നടത്തി കുറച്ച് വെള്ളം ഒഴുക്കി വിട്ട് ഈ പ്രശ്നത്തെ ഒരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷൈജു, ഇതോടൊപ്പം ഈ പറയുന്നത് പോലെ, ഇപ്പോൾ ഷൈജു ഒക്കെ പങ്കുവയ്ക്കുന്നത് പോലെ ആളുകൾ ഒരുപക്ഷെ താങ്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ മാറിപ്പോകാം. അതിനപ്പുറത്തേക്ക് നമ്മൾ വളർത്തുന്ന കന്നുകാലികളുണ്ട്, നമ്മൾ വളർത്തുന്ന കൃഷിയുണ്ട്, നമ്മുടെ ഉപജീവന മാർഗങ്ങളുണ്ട്, നമ്മൾ താമസിക്കുന്ന വീടുണ്ട്. ഇതൊക്കെ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമല്ലേ ഷൈജു? തീർച്ചയായും സാർ, ഞാനൊരു അധ്യാപകനാണ്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് കാരണം ഞാൻ അനേകായിരം കന്നുകാലികൾ, അനേകം പേരുടെ കൃഷി, ഇതൊക്കെ ഒരു നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞ കൃഷി കൊണ്ട് മാത്രം ആശ്രയിക്കുന്ന നാടാണ്. അവിടെയുള്ള കന്നുകാലികൾ, ആ വസ്തുവകകൾ, ഇതൊക്കെ എങ്ങനെ എടുത്ത് മാറ്റും? എത്രയും പേരുടെ ജീവിതത്തിന് ദുരിതമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരിക്കാൻ അതിന്റെ ഉചിതമായ നടപടി എന്നാണ് എനിക്ക് പറയുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ഈ ട്രയൽ റൺ നടത്തി ആ ജലം, അതിന്റെ അളവൊന്ന് കുറച്ച് കിട്ടിയാൽ തന്നെ നമുക്കൊരു ആശ്വാസമാവും. കാലാവസ്ഥ ഇപ്പൊ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു മഴ കൂടിക്കൊണ്ട് വരികയും മഴ പെയ്യുമെന്നൊക്കെ പറയുന്നു. അത്തരത്തില് ആശങ്കയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ഭീഷണിയാണ് നേരിടുന്നത്. വളരെയധികം നന്ദി ഷൈജു. സ്വാഭാവികമായും എറണാകുളം ജില്ലാ കളക്ടറെയും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ കളക്ടറെയും ഇക്കാര്യങ്ങൾ നമ്മൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവലോകന യോഗം നടക്കുന്നു എന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. കോതമംഗലത്തു നിന്നും ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാബു, കോതമംഗലം വഴിയൊക്കെയാണ് ഈ വെള്ളം തുറന്നാൽ ഈ പറയുന്നത് പോലെ അത്രയും ലെവലിലേക്ക് വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ തുറന്ന് പിന്നീട് വെള്ളം വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് മുൻപ് തുറന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് താനും. ഈ പറയുന്നത് പോലെ തന്നെ ഷൈജു എല്ലാം പറയുന്നത് പോലെ ഒരു ട്രയൽ റൺ, അതാണോ ഇപ്പോൾ ഒരു ആവശ്യമായി തോന്നുന്നത്? എന്ത് തോന്നുന്നു ഈ സാഹചര്യം കാണുമ്പോൾ? തീർച്ചയായിട്ടും അത് വെള്ളം ഞങ്ങൾ വലിയൊരു ഭീഷണിയിലാണ് നിലകൊള്ളുന്നത്. ഹലോ, പറയൂ, കേൾക്കാം ബാബു. ഞങ്ങൾ ഭയങ്കര ഒരു ആശങ്കപരമായിട്ടാണ്. പിന്നെ നിങ്ങൾ ഈ ചാനലിൽ കൂടി ഇത് സംരക്ഷണം ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ 1000 നന്ദി അറിയിക്കുന്നു. നിങ്ങൾ മാത്രമാണ് ഇതിനെപ്പറ്റി, ബാക്കിയുള്ള എല്ലാ ചാനലുകളിലും 100 ജലവിഷപ്പ്, കരുണാനിധി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആശങ്കയോട് കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര ഭയാനതയോട് കൂടി ആണ് ഇപ്പോഴും. നമ്മള് കൂലിപ്പണിക്കാരനാണ്. പക്ഷെ ഒരവസ്ഥയിൽ വെള്ളം പൊങ്ങി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏത് ഭാഗത്തോട്ട് പോകും? ഉയരങ്ങൾ ഇപ്പോഴും തേടി നടക്കുകയാണ് നമ്മള്. അപ്പൊ നല്ലൊരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത്, കോതമംഗലത്തുള്ള നിവാസികൾ. വളരെയധികം നന്ദി ബാബു. ജോയ് ചേരുന്നു, മറ്റു പ്രേക്ഷകൻ. ശ്രീ ജോയ്, ഇതാണ് കാരണം. ഭക്ഷണം കഴിച്ചൊന്ന് മനസ്സ് വിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഈ ഡാമിനകത്ത്, ഡാമിന് താഴെ താമസിക്കുന്നവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത നൽകും, ജലനിരപ്പ് ഉയരുന്നു എന്നൊക്കെ പറയും. ഈ ജലനിരപ്പ് ഉയരുമ്പോൾ ഉറക്കമില്ലാതാകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെ കുറിച്ച് കൂടി ഓർക്കേണ്ട ഈ മഴ കാണാനും വെള്ളം കാണാനും ഒക്കെ പോകുന്നവർ. പറയൂ, കേൾക്കാം ജോയ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. പറയൂ. ഇത് പ്രക്ഷോഭം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പോലും തകർന്നു പോവാണ്.
ജോയിയുടെ ടെലിഫോൺ വ്യക്തമാകുന്നില്ല. ഷാജി മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഷാജി, ഇതാണ് കാരണം. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നാണ് ജോയി വിളിച്ചത്. ജോയിക്കും ആശങ്കയുണ്ട്. കാരണം കാഴ്ച മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ കുറേ ആളുകളുടെ ജീവിതമുണ്ട്. ആ ജീവിതങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ വീടുകൾ, വിദ്യാലയങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ, അതിനും അപ്പുറത്തേക്ക് കൃഷി, ജീവിതമാർഗം, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ എന്ന് തോന്നുന്നു. ഷാജി പറയൂ. ഞങ്ങള് കോട്ടയംകാരാണ്. കോട്ടയം പള്ളത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടുകളൊക്കെ മുങ്ങിപ്പോയതാ. ഞങ്ങളെയൊക്കെ ഫയർഫോഴ്സ് വന്നാ വീടുകളിൽ നിന്ന് വെളിയിൽ ഇറക്കിക്കൊണ്ട് പോയത്. അതിന്റെ ഒരു ഭീതി ഞങ്ങൾക്കുണ്ട്. അതൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത്, ഈ ഡാം തുറക്കുന്ന കാണാൻ പോകുന്ന ജനങ്ങളോടുള്ള ഒരു നിർദ്ദേശം എനിക്കുള്ളത്. കാര്യം ഈ സുരക്ഷാ സന്നാഹക്കാര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നോ, ഈ സന്ദർശകരെ കാണാൻ പോകുന്ന ആൾക്കാരെ ഒന്ന് അതുകൊണ്ട് കഴിവതും ഇപ്പൊ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത് കൃത്യമായിട്ടെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കഴിവതും ആൾക്കാർ അവിടെ പോകാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെയാണ്. വളരെയധികം നന്ദി ഷാജി. അബ്ദുൾ സലീം കൂടി നമ്മളോടൊപ്പം, അബ്ദുൾ കരീം ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ അബ്ദുൾ കരീം, കേൾക്കാമോ? ഇതാണ് കാരണം. ഈ പറയുന്നത് പോലെ കാഴ്ച കാണാൻ ഒരു അപകട സ്ഥലത്തേക്ക് പോകാതിരിക്കുക, അതാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത്. പറയൂ അഭിപ്രായം. അവിടുത്തെ ആളുകളെ സുരക്ഷിതമായിട്ട് മാറ്റി പാർപ്പിക്കുക, ഈ സന്ദർശകരെ ഒഴിവാക്കുക, ഇതാണ് വേണ്ടത്. അതാണ് കാരണം. ഈ പറയുന്ന പോലെ രക്ഷാപ്രവർത്തനം, ഇപ്പോൾ നേരത്തെ ഷാജിയൊക്കെ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം ആളുകൾക്ക് ചെയ്യാവുന്നത് ഒരു പരിധിയുണ്ട്, ഉദ്യോഗസ്ഥർക്കാണെങ്കിലും മറ്റുമൊക്കെ. കാരണം ഈ പരിധിയുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ അവിടുത്തെ ഈ സന്ദർശകര് ഒരുപാട് പേര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. റൈറ്റ്, വളരെയധികം നന്ദി. രാഹുൽ ചേരുന്നു, മറ്റു പ്രേക്ഷകൻ. രാഹുൽ, ഈ അപകടാവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ 1-2 ദിവസങ്ങളായി ചാനലുകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ വെള്ളം ഒഴുകി വരാനുള്ള സാധ്യത എല്ലാവരും കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വെള്ളമാണോ തുറന്നു വിടുകയാണ്, അതിലൂടെ തന്നെ ആകണമെന്നില്ല വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് എന്നതിനപ്പുറത്തേക്ക് അവിടേക്ക് പോകുന്നവർ, അവിടെ ഉള്ളവർ, ഈ 2 കൂട്ടരും ഇതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. രാഹുൽ പറയൂ. രാഹുലിന്റെ ഫോണിൽ എന്തോ തകരാറുണ്ട്. ഷാജി കളമശ്ശേരിയിൽ നിന്നും ചേരുന്നു. ഷാജി പറഞ്ഞോളൂ, കേൾക്കാം. സാറേ, നിലവിൽ ഇപ്പൊ 2 അടി കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ തുറന്നു വിടുന്നുള്ളതെന്ന് പറയുന്നേ. അതെ, അത് 2 അടി കയറാൻ വേണ്ടി കാത്തിരിക്കണം. അതൊരു അപകടം എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ കുറച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരു പരിധി പരിഹരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ താഴ്ന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഷാജിയൊക്കെ കളമശ്ശേരിയാണ്. കളമശ്ശേരിയൊക്കെ ഇതിന്റെ ഈ പറയുന്നത് പോലെ പെരിയാറിന്റെ ഏതാണ്ട് തീരത്തൊക്കെ ആയി വരുന്നു. കാരണം വരാപ്പുഴയിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുക പെരിയാറിൽ നിന്ന്. ഞാനാണ് ഈ രാജഗിരി സ്കൂളിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഷാജി മോനായി എന്നെ പേര്. ഞാനൊക്കെ വളരെ താഴ്ന്ന പ്രദേശത്താണ്. ഈ സമയത്ത് നമ്മൾ 2 അടി കൂടി കാത്തു നിന്ന് ഒരു വൻ ദുരിതം വരുത്താൻ ഭേദം ഇപ്പൊ തന്നെ കുറച്ച് വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഒഴിവായി കിട്ടൂലേ? അതാണ് ഷാജി, ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ വെയിറ്റ് ചെയ്യുന്നത് മഴയുടെ ശക്തി കുറഞ്ഞാൽ, നീരൊഴുക്ക് കുറഞ്ഞാൽ, കൂടുതൽ വെള്ളം ഉയരാതിരുന്നു കഴിഞ്ഞാൽ, കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വേനൽക്കാലത്തേക്ക് വെള്ളം വേണമല്ലോ, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ഒന്നും കൂടെ കാത്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാവുന്നതാണ്. 2 അടി കൂടി കാത്തിരുന്ന ഒരു ദുരിതം മണ്ണിൽ എത്രയോ എളുപ്പമാർഗ്ഗം വേറെ ഫ്രീ ആയി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു ജനത്തിന് മൊത്തം ആശങ്കയിൽ നിർത്തുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. പാലക്കാട് നിന്നും രാഹുൽ ചേരുന്നു. രാഹുൽ, ഈ ഒരു സാഹചര്യം കാണുമ്പോൾ രാഹുലിന് എന്ത് തോന്നുന്നു? രാഹുൽ കേൾക്കാമോ? രാഹുൽ കേൾക്കാം. സാർ, ഈ ഒരു സാഹചര്യം കാണുമ്പോൾ രാഹുലിന് എന്ത് തോന്നുന്നു? സാർ, ശരിക്കും കേൾക്കുമ്പോൾ പേടിയാ തോന്നുന്നത്. ഇതിനു മുമ്പ് 2 പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയൽ നോക്കായിരുന്നു. ശരിക്കും അതൊരു നല്ലൊരു ചാൻസ് അല്ല സാർ. എന്തെങ്കിലും സംഭവിച്ച ശേഷം നോക്കണത് വല്ലാത്ത തെറ്റല്ല സാർ. റൈറ്റ്, രാഹുലാണ് പാലക്കാട് നിന്നും സംസാരിച്ചത്. നമുക്ക് ഇതോടൊപ്പം തന്നെ മറ്റ് പ്രേക്ഷകരുടെ പ്രതികരണം വാട്സപ്പ് വീഡിയോ വഴിയും വരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും തന്നെയാണ് കൂടുതൽ പ്രതികരണങ്ങളും വരുന്നത്. ആദ്യം നമുക്ക് ഇടുക്കിയിൽ നിന്നും വന്ന ഒരു പ്രതികരണം കാണാം, അതിനുശേഷം മറ്റു അതിഥികളിലേക്ക് പോകാം. നമ്മൾക്ക് പറഞ്ഞു കേട്ടുള്ളൂ എന്ന് പറയുമ്പം ഈ ഇതിൻ്റെ വെള്ളം ഒഴുകി പോകുന്ന
സൈഡിൽ ഒത്തിരി ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പറഞ്ഞു കേട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൂടുതലും ഒഴുകി പോകുന്ന ഭാഗങ്ങളെല്ലാം ആളുകൾ കയ്യേറി കൃഷിയും വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാ ഗവൺമെൻറ് തന്നെ സുരക്ഷ ഒരുക്കിയെങ്കിലും നമുക്കറിയില്ല. കൂടുതലായിട്ട് നമുക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. ഇതാണ് പ്രതികരണം. കാരണം നദിയുടെ ഈ പുഴ ഒഴുകി വരുന്ന വഴികളിലുള്ള കൃഷിയും ആളുകളും താമസവുമാണ്. ആഷിഖ് ചേരുന്നു, മറ്റൊരു പ്രേക്ഷകൻ. ആഷിഖ്, ഇതിന് ശേഷം ചെറുതോണി മുതൽ താഴത്തേക്ക് 34 കിലോമീറ്റർ പ്രദേശത്തുള്ള കൃഷി, ആളുകൾ താമസിക്കുന്നവർ, വീടുകൾ, കെട്ടിടങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയൊക്കെ ജാഗ്രത ഇപ്പോൾ ഫയർഫോഴ്സിനാണെങ്കിലും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഒക്കെ പാലിക്കാവുന്ന സുരക്ഷാ നടപടികളിൽ ഒരു പരിധിയില്ലേ? ആഷിഖ് പറയൂ. ഹലോ, എനിക്ക് കേൾക്കാം പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള കാര്യം, അവിടെയുള്ള ആളുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കാനുള്ളൊരു സംവിധാനം അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ളൊരു സംവിധാനം ഗവൺമെന്റ് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വെള്ളം കയറുന്ന ആഷിഖ്, ഈ പറയുന്നത് പോലെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ നോട്ടീസ് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. കാരണം വെള്ളപ്പൊക്കമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു സാധ്യതയുണ്ടെങ്കിൽ പോലും സ്വീകരിക്കേണ്ട നടപടികൾ, രക്ഷാപ്രവർത്തനത്തിന് എന്തൊക്കെയാണ് കരുതേണ്ടത്, മുൻകരുതൽ ഉണ്ടാകേണ്ടത്, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടായാൽ പലായനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് എന്നൊക്കെ ഒരു മുൻകരുതലൊക്കെ ഇപ്പോൾ അധികൃതർ നൽകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ വെള്ളം തുറന്നു വിട്ട് ഒരു ട്രയൽ നടത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ മഴയുടെ ശക്തി കുറഞ്ഞാൽ അത് ഗുണകരമാകുമെന്നുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ അവർ കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നതിലാണ് ഇപ്പോൾ നേരത്തെ ഇടുക്കിയിൽ നിന്നൊക്കെ വിളിച്ച ആളുകളുടെ ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ എന്ത് തോന്നുന്നു? ആഷിഖ്, കേൾക്കാമോ? ഹലോ, കേൾക്കണ്ട്. പറഞ്ഞോളൂ കേൾക്കാം. ഒന്നും കൂടി നിർത്തി. അല്ല, ഇതാണ് കാരണം. ഒരു ട്രയൽ നടത്തണമെന്നുള്ള ആവശ്യത്തെ കുറിച്ച് ആഷിഖിന് എന്ത് തോന്നുന്നു? അത് തീർച്ചയായിട്ടും വേണം. കാരണം ഇപ്പൊ ഒരുപാട് വെള്ളം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നം, പൊട്ടുവോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് ഒരുപാട് ആൾക്കാരുടെ ജീവിതം. റൈറ്റ്, ഇടയ്ക്ക് ഫോൺ കട്ടാവുന്നുണ്ട്. രതീഷ് ചേരുന്നു, പ്രേക്ഷകൻ. രതീഷ്, ഇടുക്കി ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ കളക്ടറും ഇപ്പോഴും നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ പറയുന്നത് പോലെ പെരിയാറിന്റെ തീരത്തേക്കോ അല്ലെങ്കിൽ ഭൂതത്താൻകെട്ടിലേക്കോ ചെറുതോണിയിലേക്കോ ആളുകൾ കൂടുതൽ പോകരുത്, കഴിയുന്നതും മാറി നിൽക്കണമെന്ന്. പക്ഷേ ഇപ്പോഴും നമ്മൾ രാവിലെ മുതൽ നൽകുന്ന ന്യൂസ് 18 നൽകുന്ന വാർത്തയിൽ തന്നെ 100 കണക്കിന് സന്ദർശകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതല്ലേ അപകട സാധ്യത വർദ്ധിപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം? അതെ, അത് വളരെ അപകടം നിറഞ്ഞ പ്രവണതയാണത്. വീണ്ടും ഫോണിന് തകരാറുണ്ട്. ഉദയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉദയൻ, കേൾക്കാമോ? കേൾക്കാം സാറേ. ഉദയൻ പറയൂ, അഭിപ്രായം പറഞ്ഞോളൂ. ഈ ഡാം തുറന്നു വിട്ട് കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധ ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെ എല്ലാം ശ്രദ്ധ ചെറുതോണി ഡാം കേന്ദ്രീകരിച്ചായിരിക്കും സാറേ. അവിടെയല്ല കീരത്തോട്, കരിമണൽ പ്രദേശങ്ങളിലൊക്കെ റോഡിലൂടെ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവര് ഇടുക്കി ജില്ലയെ കുറിച്ച് കൂടുതൽ അറിയില്ല. അവരവിടെ നിർത്തി വാഹനങ്ങൾ നിർത്തിയിട്ട് അവിടെ ഇറങ്ങി ഇത് കാഴ്ചയൊക്കെ ചെയ്യുന്നത് വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് ഉദയൻ. കാരണം മുൻപ് ഡാം തുറന്ന സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ചെറുതോണി ടൗണിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തെ കുറിച്ച് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കോതമംഗലം ഭാഗത്തുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തെ കുറിച്ച് അറിയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ പ്രദേശത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ അതുവഴി വരുമ്പോഴാണ് കൂടുതൽ അപകടത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ജാഗ്രത അധികൃതർ നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സാറേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുറന്നു വിട്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്ന എന്റെ ചെറുപ്പകാലമാണ്. അന്ന് ഞാനിത് കണ്ടനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചെറുതോണി മാത്രം കേന്ദ്രീകരിച്ചാൽ പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ സുരക്ഷ, അത് സ്വയം ജനങ്ങൾ വരുന്നവർ തന്നെ ഇത് കണക്കിലെടുക്കേണ്ടതാണ്. അപകട സാധ്യത കൂടുതലാണ്. ഇടുക്കിയുടെ ഭൂപ്രദേശത്തിനൊരു പ്രത്യേകത, കല്ലും മണ്ണും നിറഞ്ഞ സ്ഥലങ്ങളാണ്. അത് ഇടിഞ്ഞു പോകാൻ അങ്ങനെയൊക്കെയുള്ള വൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ്, വളരെയധികം നന്ദി. അറിവാനന്ദൻ മറ്റു പ്രേക്ഷകൻ ചേരുന്നു. ഇതാണ് അറിവാനന്ദൻ. ഈ മേഖലയിലേക്ക് വരുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ഇടുക്കിയിലും അതോടൊപ്പം ഈ ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന അതിന്റെ സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതേക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ജാഗ്രതയുണ്ടാകും.
ഇപ്പോൾ എറണാകുളത്ത് നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഡാം സന്ദർശിക്കാനും മറ്റും പോകുന്നവർക്കാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്, വലിയ അപകട സാധ്യതയുള്ളത്. ഇതേക്കുറിച്ച് ഈ പോകുന്നവരുടെ അല്ലേ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്? അല്ല, ഇതില് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇത്രയും അത്യാധുനിക സംവിധാനം നമുക്കുള്ളപ്പോ ഡാമിൽ എത്ര വെള്ളം ഒഴുകി വരും എന്നുള്ളതിനെ കുറിച്ച് കണക്കാക്കാനും മറ്റുള്ള കോടികൾ ചെലവാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു അപകടം ക്ഷണിച്ചു വരുത്തിയല്ലേ ഇപ്പൊ ഇത്. അപ്പൊ നമുക്ക് വെള്ളം ഒഴുകി വരുന്നതിനനുസരിച്ച് വെള്ളം കുറേശ്ശെ ഒഴുക്കി കളയുന്നതല്ലേ നല്ലത്. റൈറ്റ്, വളരെയധികം നന്ദി. പാലക്കാട് നിന്നാണ്. ടെലിഫോണിന് വീണ്ടും തകരാറുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് പോലെ എത്ര വെള്ളം ഒഴുകി വരും, എത്രത്തോളം കര കവിയാം നദികൾ എന്നുള്ളതിനെ കുറിച്ച് മുൻകരുതൽ നിർദ്ദേശം നൽകിക്കൂടെ എന്നുള്ളതാണ്. പക്ഷേ അത് പൂർണ്ണമായും ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള പുഴകളുടെയൊക്കെ ആഴം, അതിൽ നിറഞ്ഞിട്ടുള്ള മണലും മണ്ണും മറ്റു മാലിന്യങ്ങളും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ വെള്ളത്തിന്റെ ഒരു ഒഴുക്കും അത് എത്രത്തോളം ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള നിർദ്ദേശവും നൽകാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഡാമിൽ വെള്ളം നിറയുന്നു, ആളുകളുടെ ആശങ്കയും ഉയരുന്നുണ്ട്. ഡാം തുറക്കുക എന്ന് പറയുന്നത് ഒരു വിനോദത്തിനുള്ള കാഴ്ചയല്ല, മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടി വരുന്നതാണ്. അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ടുള്ള യാത്രയും മറ്റും ആലോചിക്കുക കൂടി പാടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിളിച്ച പ്രേക്ഷകർക്കെല്ലാം തന്നെ നന്ദി. ഇടുക്കിയിൽ നിന്നും ഒരു പ്രേക്ഷകന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി കാണാം. അതോടുകൂടി പൊതുവേദി പൂർണ്ണമാകുന്നു. വീണ്ടും 6:30 മറ്റൊരു വിഷയവുമായി കാണാം. കാണാനുള്ള ഒരു ആകാംക്ഷയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഡാം തുറക്കുന്നതിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇടുക്കി ഡാം തുറക്കുന്നത് എങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ചെറിയ ആശങ്കയും അതുപോലെ തന്നെ ആകാംക്ഷയുണ്ട്.